ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കൺസീലർ എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ള കുറിച്ചാട്ടോ. പുറത്തുനിന്ന് പൈസ ഒന്നും കൊടുത്ത് വേറെ ഒന്നും മേടിക്കണം, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഒരു കൺസീലർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് നമ്മളെ ഷെയ്ഡ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നുമ്പോൾ നിങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് കൺസീലർ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ പൗഡറാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡറായാലും എടുക്കാം. ഇപ്പോൾ ബേബി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് ആ അളവിന് നിങ്ങൾ പൗഡർ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ BB ക്രീം എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടു നോക്കണം, ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക എന്തായാലും. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് ഫൗണ്ടേഷനാണ്. ഞാനിവിടെ എടുത്തത് ഫിറ്റ്മേഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. നിങ്ങളിൽ ഏത് ഫൗണ്ടേഷനാണുള്ളത് ആ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഫൗണ്ടേഷൻ എനിക്ക് കുറച്ച് ഡാർക്കാണ്, എന്നാൽ എനിക്ക് കൺസീലർ ചെയ്തെടുത്തപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, കറക്റ്റ് തന്നെയായിരുന്നു. കാരണം എനിക്ക് നല്ല കറുപ്പായിരുന്നു, കണ്ണ് ചുറ്റൊക്കെ നല്ല കറുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് എനിക്ക് മാച്ചായി. നിങ്ങൾ കണ്ണ് ചുറ്റൊക്കെ നല്ല കറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെക്കാട്ടി ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും ഇവിടെ നല്ലത്. അതായത് നമ്മൾ കറക്റ്റ് ഷെയ്ഡ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഡാർക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഫൗണ്ടേഷൻ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ പൗഡറിൻ്റെ ആ കട്ട ഒന്ന് പിടിക്കാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ഫൗണ്ടേഷൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക നമ്മൾ കറക്റ്റ് എന്താ പറയുക മുഖത്ത് പാടൊക്കെ മറയുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ മുഖത്ത് നിന്ന് എവിടെയാണ് കറുത്ത പാടുകളുള്ള കയ്യിലല്ല എവിടെ കറുത്ത പാടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇട്ട് നോക്കുക. അത് കറക്റ്റ് ആയില്ലെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഫൗണ്ടേഷൻ ആഡ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടത്തോളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു കൺസീലർ എൻ്റെ മുഖത്ത് ഇട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ കറക്റ്റ് റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ കണ്ണിന് ചുറ്റും നല്ല രീതിയിൽ കറുപ്പുണ്ട്. ഞാനൊന്ന് ഇട്ട് കാണിച്ചത്. ഞാനിപ്പോൾ കൺസീലർ ഇതേപോലെ ഒരു ടിൻഡാതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 3 മാസം വരെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പം വരാതെ. ഞാൻ ഈ കൺസീലർ ഒരു സൈഡ് മാത്രം ഇടുന്നോളൂ കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക വ്യത്യാസം എന്താണെന്ന്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ട് കാണും തമ്മിലുള്ള വ്യത്യാസം. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ. എനിക്ക് ഒരു കൺസീലർ ഫൗണ്ടേഷൻ എല്ലാം ഇട്ട് വരുമ്പോൾ കറക്റ്റ് മാച്ച് ആട്ടോ, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കൺസീലർ ചെയ്ത് നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.